ഫ്രണ്ട്സ്, എല്ലാവർക്കും മിത്തൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലേണേഴ്സ് ചോദ്യാവലിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. MVD ലീഡ്സ് ആപ്പിലെ ലേണേഴ്സ് ചോദ്യാവലിയിലെ 14 ലെവൽ വരെ നമ്മൾ ഡിസ്കഷൻ ചെയ്ത് കഴിഞ്ഞു. വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡും ആക്കിയിട്ടുണ്ട്. പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് കണ്ടു നോക്കണം കേട്ടോ. ഇന്ന് നമ്മൾ ലെവൽ 15 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വിദ്യാർത്ഥികളെ കയറ്റാനോ ഇറക്കാനോ വേണ്ടി സ്കൂൾ ബസ്സുകൾ നിർത്തുമ്പോൾ ഓപ്ഷൻ എ ഹോൺ അടിച്ച് മുന്നോട്ട് പോകുക, ഓപ്ഷൻ ബി ഹോൺ മുഴക്കി ഇടതുവശത്തിലൂടെ മുന്നോട്ട് പോകുക, ഓപ്ഷൻ സി പ്രത്യേക പരിചരണം ആവശ്യമില്ല, ഓപ്ഷൻ ഡി വിദ്യാർത്ഥികൾ പെട്ടെന്ന് റോഡ് മുറിച്ചു കടക്കാൻ സാധ്യതയുള്ളതിനാൽ സാവധാനത്തിലും ജാഗ്രതയോടെയും മുന്നോട്ട് പോകുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. വിദ്യാർത്ഥികൾ പെട്ടെന്ന് റോഡ് മുറിച്ചു കടക്കാൻ സാധ്യതയുള്ളതിനാൽ സാവധാനത്തിലും ജാഗ്രതയോടെയും മുന്നോട്ട് പോകുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ഒരു വാഹനം ഒരു ചെറിയ റോഡിൽ നിന്ന് ഒരു പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ആർക്കാണ് മുൻഗണന നൽകേണ്ടത്? ഓപ്ഷൻ എ ഇടത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക്, ഓപ്ഷൻ ബി വലത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക്, ഓപ്ഷൻ സി പ്രധാന റോഡിലൂടെ പോകുന്ന എല്ലാ വാഹനങ്ങൾക്കും, ഓപ്ഷൻ ഡി മുൻഗണന ആവശ്യമില്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. പ്രധാന റോഡിലൂടെ പോകുന്ന എല്ലാ വാഹനങ്ങൾക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: മോട്ടോർ വാഹനങ്ങളിൽ അനുവദനീയമായ ഹോൺ ഏതാണ്? ഓപ്ഷൻ എ എയർ ഹോൺ, ഓപ്ഷൻ ബി മൾട്ടി ടോൺ ഹോൺ, ഓപ്ഷൻ സി ഇലക്ട്രിക് ഹോൺ, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ബി ആണ്, ഇലക്ട്രിക് ഹോൺ. നാലാമത്തെ ക്വസ്റ്റ്യൻ: യാത്രക്കാരെ കയറ്റുന്നതിനോ ഇറക്കുന്നതിനോ നിർത്തിയ ബസ്സിൻ്റെ പുറകിലാണ് നിങ്ങൾ. ഓപ്ഷൻ എ ക്ഷമയോടെ പുറകിൽ കാത്തു നിൽക്കുക, ഓപ്ഷൻ ബി ഇടതുവശത്ത് നിന്ന് മറികടക്കുക, ഓപ്ഷൻ സി കാൽനട യാത്രക്കാരിൽ നിന്ന് മറികടക്കുക, ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ക്ഷമയോടെ പുറകിൽ കാത്തു നിൽക്കുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: വാഹനം ഓടിക്കുമ്പോൾ ഇന്ധനം ലാഭിക്കാൻ. ഓപ്ഷൻ എ ഉയർന്ന ടോർക്ക് ഗിയറുകളിൽ ഉയർന്ന വേഗത, ഓപ്ഷൻ ബി കുറഞ്ഞ ടോർക്ക് ഗിയറുകളിൽ ഉയർന്ന വേഗത, ഓപ്ഷൻ സി ഉയർന്ന ടോർക്ക് ഗിയറുകളിൽ കുറഞ്ഞ വേഗത, ഓപ്ഷൻ ഡി ഉയർന്ന ഗിയറുകളിൽ 45 to 65 kmph എന്ന ഏകീകൃത വേഗതയിൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഉയർന്ന ഗിയറുകളിൽ 45 to 65 kmph എന്ന ഏകീകൃത വേഗതയിൽ. ആറാമത്തെ ക്വസ്റ്റ്യൻ: നിങ്ങളുടെ വാഹനത്തിൽ നിന്ന് പുറന്തള്ളുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ്? ഓപ്ഷൻ എ ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രോ കാർബണുകൾ, ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, വെള്ളം, ഓപ്ഷൻ സി ഓക്സിജൻ, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, ഹൈഡ്രോ കാർബൺ, ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, ഹൈഡ്രോ കാർബണുകൾ. കറക്റ്റ് ആൻസർ സി ആണ്, ഓക്സിജൻ, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, ഹൈഡ്രോ കാർബൺ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ: ഉയർന്ന ടോർക്കിനായി ഉപയോഗിക്കേണ്ട ഗിയർ. ഓപ്ഷൻ എ ഫസ്റ്റ് ഗിയർ, ഓപ്ഷൻ ബി ടോപ്പ് ഗിയർ, ഓപ്ഷൻ സി സെക്കൻഡ് ഗിയർ, ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഫസ്റ്റ് ഗിയർ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ: അപകടത്തിൽപ്പെട്ടയാളെ ആരാണ് ചികിത്സിക്കേണ്ടത്? ഓപ്ഷൻ എ ഒരു സർക്കാർ ആശുപത്രി ഡോക്ടർ മാത്രം, ഓപ്ഷൻ ബി ഏതെങ്കിലും രജിസ്റ്റർ ചെയ്ത മെഡിക്കൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഡോക്ടർ, ഓപ്ഷൻ സി സർക്കാർ ആശുപത്രിയിലെ നഴ്സുമാർ, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവരെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഏതെങ്കിലും രജിസ്റ്റർ ചെയ്ത മെഡിക്കൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഡോക്ടർ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ: നിങ്ങളുടെ വാഹനം താഴേക്കുള്ള ഗ്രേഡിയൻറ്റിൽ പാർക്ക് ചെയ്യുമ്പോൾ ഹാൻഡ് ബ്രേക്കിന് പുറമെ ഡാഷ് ഗിയർ. ഓപ്ഷൻ എ ന്യൂട്രൽ ഗിയർ, ഓപ്ഷൻ ബി ആദ്യ ഗിയർ, ഓപ്ഷൻ സി റിവേഴ്സ് ഗിയർ, ഓപ്ഷൻ ഡി ടോപ്പ് ഗിയർ. കറക്റ്റ് ആൻസർ സി ആണ്, റിവേഴ്സ് ഗിയർ. പത്താമത്തെ ക്വസ്റ്റ്യൻ: സീറ്റ് ബെൽറ്റുകൾ ഉപയോഗിക്കേണ്ടത് ഓപ്ഷൻ എ ഡ്രൈവർ മാത്രം, ഓപ്ഷൻ ബി മുൻ സീറ്റ് യാത്രക്കാർ മാത്രം, ഓപ്ഷൻ സി മുൻവശത്തേക്ക് ഇരിക്കുന്ന മുഴുവൻ യാത്രക്കാരും, ഓപ്ഷൻ ഡി മുഴുവൻ യാത്രക്കാരും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മുൻവശത്തേക്ക് ഇരിക്കുന്ന മുഴുവൻ യാത്രക്കാരും. 11ാമത്തെ ക്വസ്റ്റ്യൻ: ഒരു അപകടമുണ്ടായാൽ അടിയന്തര ആംബുലൻസ് തേടുന്നതിന് നിങ്ങൾ ഡയൽ ചെയ്യേണ്ട നമ്പർ. ഓപ്ഷൻ എ 108, ഓപ്ഷൻ ബി 101, ഓപ്ഷൻ സി 100, ഓപ്ഷൻ ഡി 109. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 108.
12ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന സ്വിച്ച് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ഹെഡ്ലൈറ്റിൻ്റെ തെളിച്ചം കൂട്ടാൻ, ഓപ്ഷൻ ബി ഹെഡ്ലൈറ്റ് ബീമിൻ്റെ ഉയരം ക്രമീകരിക്കാൻ, ഓപ്ഷൻ സി ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് ചെയ്യാൻ, ഓപ്ഷൻ ഡി മങ്ങിയ തെളിച്ചം മാറ്റാൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹെഡ്ലൈറ്റ് ബീമിൻ്റെ ഉയരം ക്രമീകരിക്കാൻ. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു റൗണ്ട് എബോൾട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഗണന നൽകുന്നത്? ഓപ്ഷൻ എ ഒരു വാഹനത്തിന് മുൻഗണനയില്ല, ഓപ്ഷൻ ബി റൗണ്ട് എബോൾട്ടിൽ നിലവിലുള്ള വാഹനങ്ങൾക്ക്, ഓപ്ഷൻ സി പ്രവേശിക്കുന്ന വാഹനങ്ങൾക്ക്, ഓപ്ഷൻ ഡി ഇടതുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, റൗണ്ട് എബോൾട്ടിൽ നിലവിലുള്ള വാഹനങ്ങൾക്ക്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഗീവ് വേ ലൈനുകൾ ഡാഷ് ആണ്? ഓപ്ഷൻ എ ഇടവിട്ട ഒറ്റ ലൈൻ, ഓപ്ഷൻ ബി തുടർച്ചയായ ഇരട്ട വരകൾ, ഓപ്ഷൻ സി തുടർച്ചയായ ഒറ്റ വര, ഓപ്ഷൻ ഡി ഇടവിട്ട ഇരട്ട വരകൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇടവിട്ട ഇരട്ട വരകൾ. 15ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന വെള്ള നിറത്തിലുള്ള റോഡ് സ്റ്റഡുകൾ ഡാഷിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ട്രാഫിക് ലൈനും ക്യാരേജ് വേയുടെ മധ്യവും, ഓപ്ഷൻ ബി മുറിച്ചു കടക്കാൻ പാടില്ലാത്ത ഒരു ലൈൻ, ഓപ്ഷൻ സി ക്രോസ് ചെയ്യാവുന്ന എഡ്ജ് ലൈൻ, ഓപ്ഷൻ ഡി അപകടകരമായ മേഖല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ട്രാഫിക് ലൈനും ഗ്യാരേജ് വേയുടെ മധ്യവും. 16ാമത്തെ ക്വസ്റ്റ്യൻ, റോഡ് സൈഡ് പാർക്കിങ്ങിന് ഉപയോഗിക്കുന്ന നിറം ഏതാണ്? ഓപ്ഷൻ എ പച്ച, ഓപ്ഷൻ ബി മഞ്ഞ, ഓപ്ഷൻ സി വെള്ള, ഓപ്ഷൻ ഡി ചുവപ്പ്. കറക്റ്റ് ആൻസർ ബി ആണ്, മഞ്ഞ. 17ാമത്തെ ക്വസ്റ്റ്യൻ, സമർപ്പിത ബസ് പാതകൾ ഉൾപ്പെടെയുള്ള പൊതുഗതാഗതത്തെ തരംതിരിക്കാൻ ഉപയോഗിക്കുന്ന റോഡ് അടയാളപ്പെടുത്തലിൻ്റെ നിറം ഏത്? ഓപ്ഷൻ എ പച്ച, ഓപ്ഷൻ ബി മഞ്ഞ, ഓപ്ഷൻ സി വെള്ള, ഓപ്ഷൻ ഡി നീല. കറക്റ്റ് ആൻസർ ഡി ആണ്, നീല. 18ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ചുവപ്പ് നിറത്തിലുള്ള റോഡ് സ്റ്റഡുകൾ ഡാഷിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ കടന്നു പോകാൻ പാടില്ലാത്തതും പ്രധാനമായ റോഡിൻ്റെ ഇടത് അറ്റം നിർവചിക്കുന്നതുമായ ഒരു ലൈൻ, ഓപ്ഷൻ ബി ഗ്യാരേജ് വേയുടെ മധ്യഭാഗം, ഓപ്ഷൻ സി ഗ്യാരേജ് വേയുടെ വലതുവശത്തെ അറ്റം നിർവചിക്കാൻ, ഓപ്ഷൻ ഡി ക്രോസ് ചെയ്യാവുന്ന എഡ്ജ് ലൈൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കടന്നു പോകാൻ പാടില്ലാത്തതും പ്രധാനമായ റോഡിൻ്റെ ഇടത് അറ്റം നിർവചിക്കുന്നതുമായ ഒരു ലൈൻ. 19ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന പച്ച നിറത്തിലുള്ള റോഡ് സ്റ്റഡുകൾ ഡാഷ് സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ കടക്കാൻ പാടില്ലാത്ത ഒരു ലൈൻ, ഓപ്ഷൻ ബി ഗ്യാരേജ് വേയുടെ മധ്യഭാഗം, ഓപ്ഷൻ സി ക്രോസ് ചെയ്യാവുന്ന എഡ്ജ് ലൈൻ, ഓപ്ഷൻ ഡി ക്യാരിയേജ് വേയുടെ വലതുവശത്തെ അറ്റം നിർവചിക്കൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ക്രോസ് ചെയ്യാവുന്ന എഡ്ജ് ലൈൻ. 20ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന മഞ്ഞ നിറത്തിലുള്ള റോഡ് സ്റ്റഡുകൾ ഡാഷ് സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ കടക്കാൻ പാടില്ലാത്ത ഒരു ലൈൻ, ഓപ്ഷൻ ബി ഗ്യാരേജ് വേയുടെ വലതുവശത്തെ അറ്റം നിർവചിക്കാൻ, ഓപ്ഷൻ സി ഒന്നും രണ്ടും ശരിയായ ഉത്തരമാണ്, ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. കറക്റ്റ് ആൻസർ സി ആണ്, ഒന്നും രണ്ടും ശരിയായ ഉത്തരമാണ്. ലേണേഴ്സ് ചോദ്യാവലിയിലെ ലെവൽ 15 നമ്മൾ കംപ്ലീറ്റ് ആക്കി. നെക്സ്റ്റ് ലെവൽ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.